ഒരു ടാസ്കിന്റെ പാർട്ടായിട്ട് അതിന്റെ അടുക്കളയിലെ സ്റ്റൗവിന്റെ താഴെ ഒളിച്ചിരുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവന്മാരെല്ലാം കൂടെ എന്നെ നേരെ അതിന്റെ അടിയിൽ വല്ലതും കൊണ്ടിരുത്തിയാൽ ഞാൻ ചത്തുവും ചൂടെടുത്ത്. അപ്പം അതുകൊണ്ട് ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഇടവേളയിൽ എന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു ഓക്കെ, അത് കൊള്ളാം, അത് നല്ല ഐഡിയ ആണ്. അപ്പൊ അവർക്ക് വീണ്ടും ഒരു പണിയാവുകയും ചെയ്യും. അവിടെ ഞാൻ പറഞ്ഞു 4 times മാറ്റണം. 4th time എനിക്ക് ഫുൾ കോർട്ട്യാർഡ് ഫ്രീ ആക്കി തരാൻ ഞാൻ പറയും. എന്നിട്ട് അപ്പൊ ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്ത് അകത്തിരുത്തണം. എന്നിട്ട് ഞാൻ മാസ്ക് ഒക്കെ മാറ്റിയിട്ട് അവിടെ മുറ്റത്ത് ഉലാത്തും, ഒന്നും അറിയാത്ത പോലെ ഉലാത്തും. അപ്പോഴാണ് ഇവരും വെളി വരുമ്പോ എന്നെ കാണേണ്ടത്. ഇതായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ രണ്ടാമത്തെ പോയിന്റില് അടവടലം പിടിച്ചു. പക്ഷെ ഞാൻ മാക്സിമം കോപ്പറേറ്റ് ചെയ്തു. പുറത്ത് വരാതെ നോക്കി. പക്ഷെ അനുമോൾ അവിടെ തന്നെ പുറത്തോട്ട് ഇരിക്കും ചെയ്തു. കൊണ്ട് കയറിയപ്പോഴും കണ്ടു. പക്ഷെ അത് അവര് ശ്രദ്ധിക്കണം. പിന്നെ അപ്പൊ തന്നെ ആര്യൻ ഡ്രസ്സ് മാറും ചെയ്തു. ഈ ആര്യന്റെ ഡ്രസ്സ് തന്നെ. പക്ഷെ ആര്യൻ വേറെ ഡ്രസ്സിൽ പോകുന്നത് ഇവിടെ സംസാരം ആവും ചെയ്തു. പക്ഷെ ഇത് വേറെ പ്രശ്നം ഉണ്ട്. അവിടെ സാബുജന്റെ ഹൈറ്റിൽ മാനേജ് ചെയ്യണമെങ്കിൽ ഒന്നിലെ അക്ബർ അല്ലെങ്കിൽ ആര്യൻ പിന്നെയും പറ്റുള്ളൂ. ബാക്കി ആർക്കും ഷാനവാസ് അതെ ഷാനവാസ് എന്നെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. കൊണ്ടുപോവാണെങ്കിൽ ഓക്കെ ആയിരുന്നു അക്ബർ എന്ന് വിചാരിക്കും. പക്ഷെ സീക്രട്ട് ടാസ്ക് അത് പൊളിയുന്നത് ഷാനവാസിലൂടെ തന്നെയായിരുന്നു എന്നുള്ളത്.